നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ, ഒരു യുവജന നേതാവ് ആരെന്ന് ചോദിച്ചാൽ, അത് കണ്ണുമടച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പേര് ഷാഫി പറമ്പിൽ എന്നാവും. പല പാർട്ടികളിലായി നിരവധി യുവജന നേതാക്കളുണ്ട് കേരളത്തിൽ. ഷാഫിയെ കൂടാതെ തന്നെ കോൺഗ്രസിൽ തന്നെയുണ്ട് മറ്റു നേതാക്കൾ. മാത്യു കുഴൽനാടൻ, വി.ടി. ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കളുണ്ട്. വളരെ വ്യത്യസ്തമായ ശൈലിയിൽ പ്രവർത്തിക്കുന്ന, സൈലൻ്റായി പ്രവർത്തിക്കുന്ന C.R. മഹേഷുണ്ട്. CPM ആണെങ്കിൽ A. റഹീമുണ്ട്, A.N. ഷംസീറുണ്ട്, M. സ്വരാജ്. അങ്ങനെ നിരവധി നേതാക്കൾ, യുവജന നേതാക്കൾ വിവിധ പാർട്ടികളിലൊക്കെയുണ്ട്. പക്ഷേ ഇവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഒരു സിമ്പിൾ മാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തലക്കനമോ ഒരു ജനപ്രതിനിധി എന്ന ജാടയോ അഹങ്കാരമോ ഒന്നും ഷാഫിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഷാഫിയുടെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, പെരുമാറ്റം, അവരോടുള്ള സംസാരം എല്ലാം ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ഇമേജ് എന്നൊന്നുണ്ട്. അതുണ്ടാക്കാൻ കുറച്ച് പണിയെടുക്കണം, ബുദ്ധിമുട്ടണം. ആ ഇമേജ് കിട്ടിക്കഴിഞ്ഞാലോ അത് കാത്തു സൂക്ഷിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ജനപ്രതിനിധിയായിരിക്കുന്നവർക്ക്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇമേജുള്ള യുവജന നേതാവാണ് ഷാഫി പറമ്പിൽ. നമ്മൾ പല യുവജന നേതാക്കളെയും എടുത്തു നോക്കൂ. അവരുടെയൊക്കെ സംസാരത്തിൽ, അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ സമാസമം കൂടിക്കലർന്നു നിൽക്കുന്നത് കാണാം. ഞാനാണ് എല്ലാം അറിയുന്നവൻ, ഞാനാണ് എല്ലാം, ഞാൻ പറയുന്നതാണ് ശരി, ഞാനാണ് വലിയവൻ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പലരിലും നമുക്ക് കാണാൻ കഴിയും. CPM യുവജന നേതാക്കളുടെയൊക്കെ ചാനൽ ചർച്ചകൾ കണ്ടാൽ ഒരു വല്ലാത്ത അനിഷ്ടം, നിഷ്പക്ഷരായ ആളുകൾക്ക് ഒരു ഇറിറ്റേഷൻ അവരോട് തോന്നിപ്പോകും. എന്ത് തെറ്റിനെയും, ഏത് തെറ്റിനെയും ന്യായീകരിക്കാൻ ഒരു മടിയില്ലാത്ത, ന്യായീകരിച്ച് അവസാനം ന്യായീകരണം മാത്രം തൊഴിലാക്കി മാറ്റിയ ഒരു വിഭാഗമായി പല യുവജന നേതാക്കളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഷാഫി പറമ്പിൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ജനകീയനാണ് ഷാഫി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അരുമ ശിഷ്യൻ എന്ന പാർട്ടിയിൽ തന്നെ ആ ലേബിളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഷാഫി. അങ്ങനെ ഒരു ലേബിൾ ഷാഫിക്കുണ്ട് പാർട്ടിയിൽ. വടകര തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്നതോടെ ഷാഫിയുടെ ജനപ്രീതി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു, ഇരട്ടിയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വടകരക്കാർ ഷാഫിക്ക് നൽകിയ സ്വീകരണവും അവർ നൽകിയ വിജയവും ആ ജനപ്രീതി ഊട്ടിയുറപ്പിച്ചു. ഒരു തെരഞ്ഞെടുപ്പിനിടയിൽ നിങ്ങൾ നോക്കൂ, എന്തെല്ലാം ആരോപണങ്ങളാണ് ഷാഫി പറമ്പിലിന് നേരെ ഉയർന്നു വന്നത്. പക്ഷെ ഒന്നിനെയും അതേ രീതിയിൽ ഷാഫി നേരിട്ടില്ല. ആ ആരോപണങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി പറഞ്ഞില്ല. പകരം അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു സംസ്കാരമുണ്ട്, എന്നെ രാഷ്ട്രീയത്തിൽ ആ സംസ്കാരം പഠിപ്പിച്ചത് ഉമ്മൻചാണ്ടി സാറാണ്. അതുകൊണ്ട് ഞാൻ ഈ ആരോപണങ്ങൾക്കൊന്നും അതേ നാണയത്തിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നേയില്ല. എല്ലാം വടകരക്കാർക്കറിയാം, എല്ലാം കേരളീയർക്കറിയാം. അവർ നോക്കിക്കോളും, അവർ തീരുമാനിക്കട്ടെ. അങ്ങനെയാണ് ഷാഫി പറഞ്ഞത്. അതാണ് ഷാഫി. A. റഹീം കുറച്ചുകൂടി ഉയർന്ന കടുത്ത ഒരു ആരോപണം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിൽ ഉന്നയിക്കുകയുണ്ടായി. ഷാഫി പറമ്പിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ പോയ്സൺ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു രാഷ്ട്രീയ യുവജന നേതാവ്, ഒരു രാജ്യസഭാ MP എത്ര അപക്വമായ ഒരു വേടാണ് ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ ഉന്നയിച്ചത് എന്ന് നോക്കണം. വടകരയിലെ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടാണ് റഹീമിൻ്റെ ഈ ആരോപണം എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതോ ഇനി ടീച്ചറുടെ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ടാണോ എന്നറിയില്ല. എന്തായാലും കാഫിർ പ്രയോഗത്തിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ ടീച്ചറുടെ വീഡിയോ ആണെങ്കിൽ തന്നെ അത് അന്നേ ഒരു നനഞ്ഞ പടക്കമായി മാറി. പക്ഷെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടും ഒരു പരിധി വിട്ട ഒരു കമന്റ് പോലും ഇവർക്കെതിരെ ഷാഫിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഷാഫി പറമ്പിലിൻ്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. അതൊരു വ്യക്തിത്വമാണ്, ഒരു പൊളിറ്റിക്കൽ ഇമേജാണ്. വടകര തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള, വ്യക്തിത്വമുള്ള, പൊളിറ്റിക്കൽ ഇമേജുള്ള യുവജന നേതാവായി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് പരിശോധിച്ചാലും, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് യുവജന നേതാവിനെ എടുത്ത് പരിശോധിച്ചാലും ഷാഫിയെ പോലൊരു യങ് ലീഡറെ നമുക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. എങ്ങനെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാനെത്തിയത്? പാലക്കാട് പോലെയുള്ള വളരെ ക്രൂഷ്യലായ ഒരു നിയോജക മണ്ഡലം, നിസ്സാര വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് പാലക്കാട് നിന്നും ഷാഫിയെ അടർത്തിയെടുത്ത് വടകരയിൽ മത്സരിപ്പിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം, ആ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? 2 കാരണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന്, KC വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷഫ്ലിംഗ്. അതായത് ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താനായിരുന്നു കോൺഗ്രസ് പാർട്ടി ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ
KC വേണുഗോപാൽ രംഗത്ത് വരുന്നതോടുകൂടി അപ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റിൻ്റെ സ്പേസ് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാതെയായി. അങ്ങനെ ഒരു സാമുദായിക സമവാക്യം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുന്നത് എന്നാണ് ഒന്നാമതായി പറഞ്ഞു കേട്ട കാരണം. രണ്ടാമതായി പറഞ്ഞു കേട്ട കാരണം കെ മുരളീധരനെ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയതുകൊണ്ട് ഷാഫിയെ വടകരയിലാക്കിയെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് കാരണങ്ങളുമല്ല ടി സിദ്ദിഖ് MLA-യുടെ ഇടപെടലാണ് ഷാഫിയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് കോൺഗ്രസിനകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ടി സിദ്ദീഖിന് ഷാഫിയുടെ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം എന്ന് ചോദിച്ചാൽ അത് ഷാഫിയോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് സിദ്ദിഖിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ് വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന് പറയാൻ കഴിയും. കാരണം അടുത്ത തവണയും പാലക്കാട് ഷാഫി മത്സരിക്കുകയാണെങ്കിൽ ഷാഫി അവിടെ ജയിക്കും. കാരണം പാലക്കാടുമായി ഷാഫിയുടെ ബന്ധം അങ്ങനെയാണ്, അത്ര ദൃഢമാണ്. ടി സിദ്ദിഖ് ആണെങ്കിൽ വയനാടും വിജയിക്കും. അങ്ങനെ രണ്ടുപേരും വിജയിച്ചു വന്നാൽ UDF-ന് അധികാരം കൂടി കിട്ടിയാൽ കോൺഗ്രസിലെ ഒരു മുസ്ലിം മന്ത്രി എന്ന നിലയിൽ ഉയർന്നു വരുന്ന രണ്ട് പേരുകൾ, ഒന്ന് സിദ്ദിഖിൻ്റെയും ഒന്ന് ഷാഫിയുടെയുമായിരിക്കും. രണ്ടുപേരും യുവ നേതാക്കൾ. അങ്ങനെ വരുമ്പോൾ സിദ്ദിഖിനേക്കാൾ എന്തുകൊണ്ടും ഒരല്പം മുൻതൂക്കം ലഭിക്കുന്നത് ഷാഫിക്കായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ടി സിദ്ദിഖിൻ്റെ അവസരം ഇല്ലാതാക്കും എന്ന് സിദ്ദിഖിന് തോന്നിക്കാണണം. ഇപ്പോഴാണെങ്കിലോ ഷാഫി പറമ്പിൽ MP ആയി ഡൽഹിക്ക് പോയി. ഇനി അവശേഷിക്കുന്ന ഒരു പേരുകാരൻ ടി സിദ്ദിഖ് മാത്രമാണ്. പ്രത്യേകിച്ചും A ഗ്രൂപ്പിൻ്റെ പിന്തുണ കൂടി സിദ്ദിഖിന് ഉള്ളപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സേഫാണ്. മന്ത്രിസ്ഥാനത്തേക്ക് തൻ്റെയും ഷാഫിയുടെയും പേരുകൾ, രണ്ടുപേരുടെയും പേരുകൾ ഒരുമിച്ച് വരുന്നത് തടയുക എന്ന ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫിയെ വടകരയിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കാൻ ടി സിദ്ദിഖ് MLA ചരട് വലിച്ചത് എന്നാണ് കോൺഗ്രസിനകത്ത് പറഞ്ഞു കേൾക്കുന്നത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. രാഷ്ട്രീയമെന്ന് പറയുന്നത് തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും സർവകലാശാലയാണല്ലോ. ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കളിച്ചത് ആരാണെങ്കിലും ഷാഫിക്ക് ഇതൊരു വലിയ നേട്ടമായി എന്നേ ഞാൻ പറയും. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ സ്ഥലമായി ഷാഫിയുടെ വരവോടെ വടകര മാറി. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ, ജനകീയനായ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു യുവ നേതാവായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും.